الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, അവൻ്റെ വിധിവിലക്കുകൾ ആവുന്നത്ര നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ അതിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വാസികളായ നാം ഏറെ ജാഗ്രതയോടെയും കരുതലോടെയും കഴിച്ചുകൂട്ടേണ്ട കാലമാണിത്. ആരാധനകളിലെ ആത്മീയ ആനന്ദം ആസ്വദിക്കുന്നതിൽ ഒരു ആരോഹണ സ്വഭാവം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. നാം നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കാരത്തിൻ്റെ ഒരു റക്അത്ത്, അതിൻ്റെ പ്രധാനമായ 3 ഘടകങ്ങളാണ് അൽ ഖിയാമു വർ റുകൂഉ വസ്സുജൂദ്. നിന്നുകൊണ്ട് നമ്മൾ നമസ്കാരം ആരംഭിക്കുന്നു. ദുആഉൽ ഇഫ്തിതാഹും ഫാത്തിഹയും ഖുർആനുമൊക്കെ ഓതി പാരായണം ചെയ്ത് നമ്മുടെ ആരാധനയിലെ ആത്മീയത തേടി നാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഘട്ടമായ റുകൂഉ, നൃത്തത്തിനേക്കാൾ ഒന്നുകൂടി അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു ഘട്ടമാണ് റുകൂഉ. അത് കഴിഞ്ഞ് അതിൻ്റെ അവസാന ഘട്ടമായ സുജൂദ്, അള്ളാഹുവിൻ്റെ അടിമയെ സംബന്ധിച്ചിടത്തോളം അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്, അള്ളാഹുവിൻ്റെ അടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അവൻ അടുക്കുന്ന ഒരു സമയവും ഒരു ഘട്ടവുമാണ് സുജൂദിൻ്റെ ഘട്ടം. ശരിക്ക് പരിശുദ്ധ റമളാനിനെ ഇങ്ങനെ ഈ 3 അവസ്ഥയിലേക്ക് നാം മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഖിയാമ് കഴിഞ്ഞു, അതിൻ്റെ റുകൂഉ കഴിഞ്ഞു, ഇപ്പം നമ്മളതിൻ്റെ സുജൂദിലാണ്, അവസാനത്തെ 10. അപ്പോൾ വിശ്വാസികളായ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കേണ്ട ഒരു സമയം കൂടിയായി ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല,
സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു തിരുവചനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേട്ടു. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ അഅ്മാലു ബിൽ ഖവാത്തിം, ഓരോ കർമ്മങ്ങളുടെയും അവസാനത്തിന് അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്. കർമ്മങ്ങൾ അതിൻ്റെ അവസാന ഗതിവിഗതികൾ വെച്ചാണ് വിലയിരുത്തപ്പെടുക എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ, ഏറ്റവും പുണ്യം നിറഞ്ഞ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകൾക്ക് അവൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ട് കൊടുക്കുന്ന അസുലഭമായ അവസരമായിക്കൊണ്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥനയിൽ അതുകൊണ്ട് ചേർത്തി വെക്കാറുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഖൈറ അഅ്മാലിനാ ഖവാതിമഹ. അല്ലാഹുവേ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതിൻ്റെ നന്മ നിറഞ്ഞ പര്യവസാനത്തിലാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വ ഖൈറ അല്ലാഹുമ്മ ജഅൽ ഖൈറ അഅ്മാലിനാ ഖവാതിമഹ വ ഖൈറ അഅ്മാരിനാ അവാഖിറഹ. നമ്മുടെ ആയുഷ്കാലത്തിലെ ഏറ്റവും നന്മ നിറഞ്ഞത് നമ്മുടെ ആയുസ്സിൻ്റെ അവസാന കാലഘട്ടമാക്കണമേ എന്നും, അതേപോലെ തന്നെ വ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക്, റബ്ബേ, ഞങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടവും ശ്രേഷ്ഠവുമായ ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കണമേ എന്ന് ഒരു വിശ്വാസിയുടെ മനോമുഖരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഈ അവസാനത്തെ 10 പുണ്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം തന്നെയാണ് ഏറ്റവും പ്രാധാന്യമേറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം, ഈ ഖുർആൻ അവതീർണമായിട്ടുള്ളത് ഒരു രാവിലാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, നിർണയത്തിന്റെ രാത്രിയിലാകുന്നു ഈ ഗ്രന്ഥം, ഈ ഖുർആൻ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വവും പ്രാധാന്യവും എന്താണെന്ന് പ്രവാചകരെ താങ്കൾക്ക് എന്തറിയാമെന്നാണ് ചോദിക്കുന്നത്. റസൂൽ അല്ലാഹു വിശദീകരിക്കുന്നു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, ആ ഒരു രാവ് 1000 മാസത്തേക്കാൾ ഉത്തമമായതാണെന്ന്. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷമായി. നമ്മൾ 83 വർഷകാലം പുണ്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന അതേ പ്രതിഫലവും മഹത്വവും പ്രാധാന്യവും ഒരൊറ്റ രാവിൽ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അത്ര അനുഗ്രഹീതമായ ഒരു രാവായിക്കൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ആ രാത്രിയുടെ സവിശേഷത തനസ്സലുൽ മലായിക വറൂഹു ഫീഹ, മലക്കുകൾ ഇറങ്ങി വരികയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം അതിലുണ്ടാവുകയും ചെയ്യും എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇൽതമിസൂഹാ ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ ഒറ്റയിട്ട രാവുകളിലായിക്കൊണ്ട്, അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ അതിനെ അന്വേഷിക്കുവിനെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തഹറൗ ലൈലത്തുൽ ഖദ്രി മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാന, നിങ്ങൾ അന്വേഷിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ആഗ്രഹത്തോടുകൂടി അതിൻ്റെ പുണ്യം നേടാൻ നിങ്ങൾ ഒരുമ്പെട്ട് ചെല്ലുവിൻ എന്നാണ്. തഹറൗ, നിങ്ങൾ അതിന് ഒരുമ്പെടണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്നോ, അത്ര മഹത്തരമേറിയ ഒരു രാവാണ് അത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, ആ ഒരു രാവിൻ്റെ നന്മകൾ ഒരു വ്യക്തിക്ക് നഷ്ടമായാൽ അവൻ തീരാ നഷ്ടത്തിലകപ്പെട്ടവനാണെന്നാണ്. പിന്നെ എന്തവൻ നേടാനാകുമെന്ന്. അതുകൊണ്ട് തന്നെയാണ്
നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. റമളാനിലെ മറ്റിതര ദിവസങ്ങളെ അപേക്ഷിച്ച് റസൂലുള്ളാഹ് അവസാനത്തെ 10 ഏറ്റവും കൂടുതൽ ആരാധനാ നിമഗ്നനായി, പുണ്യകർമ്മങ്ങളിൽ വ്യാപൃതനായി, അള്ളാഹുവിനേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് കഴിച്ചു കൂട്ടിയിരുന്നത് എന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു പുണ്യം നേടാൻ അത് നമ്മൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിന് പ്രതീക്ഷയോടുകൂടി അതിനെ നമ്മൾ അന്വേഷിക്കുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ്. അത് ലഭിക്കാൻ വേണ്ടി, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് വരെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നബി തിരുമേനി ഇതിന്റെ പുണ്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവിടുന്ന് ചോദിക്കുകയുണ്ടായി, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് പ്രവാചകരെ? റസൂലുള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. അല്ലാഹുവേ, നീ എല്ലാവർക്കും മാപ്പ് നൽകുന്നവനാണ്. മാപ്പ് നൽകുക എന്നുള്ളത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പാളിച്ചകൾ, പോരായ്മകൾ, സ്ഖലിതങ്ങൾ എല്ലാം നീ മാപ്പാക്കേണമേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടുകൂടി ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നിങ്ങൾ നേടാൻ ശ്രദ്ധിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അതിനു വേണ്ടി തന്നെ റസൂലുള്ളാഹ് അവസാനത്തെ 10 പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിർ ഹത്താ തവഫാഹുല്ലാഹ്. മരണം വരെ, മരിക്കുന്നത് വരെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു തിരുവചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പ്രവാചകന്റെ പത്നിമാരും പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ സ്ത്രീ പുരുഷ ഭേദമന്യേ നമുക്ക് ഈ അവസാന ഘട്ടത്തിൽ നിർവഹിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധന കൂടിയായിക്കൊണ്ടാണ് എഴുത്തിക്കാഫിനെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 83 വർഷത്തെ പുണ്യം ഒരു പുരുഷായുസാണ്. അത് ശരിക്ക് ഒരു വ്യക്തി അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് നന്മകൾ നിറഞ്ഞൊരു ജീവിതം നയിക്കുന്ന അത്രമേൽ പുണ്യമായ ഒരവസ്ഥ ഒരു രാവിന്റെ പ്രതിഫലമായി അള്ളാഹു നമുക്ക് നൽകുന്നു. ഇതിനേക്കാൾ വലിയൊരു ഓഫർ അള്ളാഹുവിന്റെ അരികിൽ, ഈ പരിശുദ്ധ റമളാനിൽ നിന്ന് അവന്റെ അരികിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ടോ? തീർച്ചയായുമില്ല. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്നവരായി കൂടെ നമ്മളും ഈ തിരക്ക് പിടിച്ച ഭൗതിക ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ, പരക്കം പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആവുന്നത്ര നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ സുന്നത്തുകളെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. നമുക്കറിയാം, 10 ദിവസം മുഴുവൻ ചിലപ്പോൾ ഇഴ്തികാഫിരിക്കാൻ കഴിയാത്ത ആളുകളായിരിക്കും അധികവും. എന്നാൽ പലർക്കും അതിന് സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നബിയുടെ ആ സുന്നത്തുകളൊക്കെ ഹയാത്താക്കുന്ന അനുഗ്രഹീതമായ ഒരു സാഹചര്യം നമ്മുടെ പള്ളികളിലും നാടുകളിലുമൊക്കെ കാണുന്നുണ്ട്. ഖത്താദ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലിൽ മുഅ്തകിഫി മശ്തറത ഇൻദ ഇഅ്തികാഫിഹി. നമുക്ക് മുഴുവൻ സമയം അതിന് കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് സാധിക്കുന്നത്ര സമയം ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് നമുക്ക് ഇഅ്തികാഫിരിക്കാവുന്നതാണ്. ഈ അവസാനത്തെ 10 റബ്ബേ, എനിക്ക് ഇന്നയൊക്കെ കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ള സമയം ഞാൻ നിന്റെ പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരിക്കുമെന്ന നിയ്യത്തോടുകൂടി നമ്മൾ രാത്രി കഴിയുന്നവർക്ക് രാത്രി ഇരിക്കാം, രാത്രി ജോലിയുള്ളവർക്ക് പകൽ സമയം വന്നിരിക്കാം. ഇങ്ങനെ ഒരു ഷർത്തോടുകൂടി വരെ ഇഅ്തികാഫിരിക്കുന്നതിന് വിരോധമില്ല എന്ന് വരെ ആ വിഷയത്തിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇഅ്തികാഫിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നതിന് വിരോധമില്ല.
ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോകാം, കുളിക്കാൻ അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ പോകാം. അതും പള്ളിയിൽ തന്നെ കൊണ്ടുവന്ന് അവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി അത്രയും സമയം കൂടി പള്ളിയിൽ തന്നെ നമ്മൾ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ അത് ഏറെ പുണ്യകരം കൂടിയാണ്. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. ഈ അവസാനത്തെ 10 നമുക്കാവുന്നത്ര സമയമാണ് നമ്മൾ ഇഴ്തികാഫിരിക്കുന്നത് എന്ന നിയ്യത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും ആ ദിവസങ്ങളിൽ അവസാനത്തെ 10 നിങ്ങളുടെ സ്ത്രീകളുമായുള്ള സംസർഗം നിങ്ങൾക്ക് പാടില്ല. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. ഈ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇഴ്തികാഫിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് വീടുകളിൽ പോയി വരുന്നതിന് വിരോധമില്ല. അത് ഈ ആയത്തിന്റെ ആശയതലത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. ഇഴ്തികാഫിരിക്കുന്ന സന്ദർഭത്തിലോ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് അവന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കഴിച്ചു കൂട്ടേണ്ട സമയങ്ങളാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിടയിലൊക്കെ തന്നെ ഇഴ്തികാഫിരിക്കുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അത് നിർവഹിച്ചു കൊടുക്കാൻ പുറത്തു പോയിരുന്നതൊക്കെ നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇഴ്തികാഫിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അടിയന്തര ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഞാൻ അയാളുടെ കൂടെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി. പ്രവാചകന്റെ ഖബറിന്റെ അരികിലൂടെയാണ് ഞാൻ പോകുന്നത്. ആ സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമീഅതു സാഹിബ ഹാദൽ ഖബർ യഖൂൽ മൻ മശാ ഫീ ഹാജത്തി അഖീഹി വബലഗ ഫീഹാ കാന ഖൈറൻ മിൻ ഇഅ്തികാഫി 10 സിനീൻ. പ്രവാചക തിരുമേനി ഈ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാളുടെ അത്യാവശ്യ കാര്യം നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും നടന്നു പോവുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് നിർവഹിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പള്ളിയിൽ എത്രയോ കാലം ഇഴ്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യകരമായ ഒരു കാര്യമാണത് എന്ന്. അപ്പോൾ എന്തൊക്കെ കാര്യമാണ് അതിൽ അനുവദനീയമായത് അല്ലാത്തത് എന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ട് കൂടിയുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഴ്തികാഫിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ പള്ളിയും പ്രവാചകന്റെ വീടും അടുത്താണ്. പ്രവാചകന്റെ വീടിന്റെ വാതിൽ തന്നെ ശരിക്കില്ല, അതിനൊരു വിരിയോ മറയോ തൂക്കിയിട്ടുണ്ടാകും. അത് നീക്കി വെച്ചാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കിടന്നുകൊണ്ട് പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ നീണ്ട മുടി അതിങ്ങനെ ചീകി ഒതുക്കി കൊടുക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകൾ നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇഴ്തികാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാൽ ധന്യമായ മനസ്സോടുകൂടി ഒരാൾ കഴിഞ്ഞുകൂടുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റെല്ലാറ്റിൽ നിന്നും മാറി അവന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നതാണ് തബത്തുൽ. ഇത് രണ്ടും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വഅഖ്ബതൂ ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്നഹും ഫീഹാ ഖാലിദൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ വഅഖ്ബതൂ ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ അരികിലേക്ക് മനസ്സുകൊണ്ട് മുറിഞ്ഞിരുന്ന് അവന് കീഴൊതുങ്ങി സമയങ്ങൾ കഴിച്ചു കൂട്ടുന്ന ആളുകൾ, അതാണ് അത്തഹബ്ബുത്ത്. അത്തബത്തുലി എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അവന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ ജീവിതത്തിൽ അല്പം സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇഴ്തികാഫിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വിഭാഗം ആളുകളെ എണ്ണിപ്പറഞ്ഞിടത്ത് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ തണൽ നൽകി അള്ളാഹു അന്ത്യദിനത്തിൽ ആദരിക്കുന്ന വിഭാഗമാണ് സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അതിലൊരു വ്യക്തിയെ പറയുന്നുണ്ട്, റജുലുൻ സഖറല്ലാഹ ഖാലിയൻ വഫാലത് ഐനാ, ഏകാന്തനായി അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചോർത്ത് ഒറ്റക്കിരുന്ന് കരയുന്ന ഒരാൾ എന്നാണ്. നമ്മൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ,
ഇങ്ങനെയുള്ളൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസത്താൽ പ്രചോദിതമായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ കരയേണ്ടത് എന്നാണ്. നമുക്കറിയാം, പല രോഗികളെയും നമ്മൾ സന്ദർശിക്കുമ്പോൾ, ഈ റമദാനിന് മുമ്പ് ഒരു രോഗിയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, റമദാനാണ് വരുന്നത്, എനിക്ക് സങ്കടമുണ്ട്. കഴിഞ്ഞ റമദാനിൽ ഒന്നും വിടാതെ നോമ്പ് നോറ്റ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാരകമായ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ റമദാനിൽ എനിക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയില്ല. ഫിദിയ കൊടുത്താൽ മതി, പടച്ചോന്റെ ഇളവുണ്ട്. എന്നാലും ഉണ്ടല്ലോ, നമ്മൾ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, കൽപ്പനകൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് കിട്ടുന്ന ആത്മീയമായ ആനന്ദവും അനുഭൂതിയും അത് എനിക്ക് കിട്ടാനുള്ള അവസ്ഥയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് കരയുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ആരോഗ്യവാന്മാരാണ്. ഈ ആരോഗ്യാവസ്ഥ ഏത് കാലത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മാരകമായ രോഗങ്ങൾ അതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യാവസ്ഥയാകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ കൂടുതൽ അവനിലേക്ക് അടുത്തുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് കഴിയണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ബാങ്ക് വിളി കേൾക്കുമ്പോൾ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോ എനിക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ വർഷം ഒരു 2 മാസം മുമ്പ് വരെ ഞാൻ പള്ളിയിൽ പോയിരുന്നു. എൻ്റെ മാരകമായ രോഗം എന്നെ തളർത്തിയിട്ടുണ്ട്. ഞാൻ ശയ്യാവലംബിയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ടെന്ന് പറഞ്ഞ് കരയുന്ന നമ്മുടെ രോഗികളെ നമുക്ക് കാണാൻ കഴിയും. അത്തരക്കാരെ നമ്മൾ ആശ്വസിപ്പിക്കും, സാരമില്ല. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ തന്നെ സന്തോഷ വാർത്ത ഉണ്ട്. നിങ്ങൾ ആരോഗ്യവാനായിരിക്കെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ പോയി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ രോഗശയ്യയിൽ കിടക്കുമ്പോഴും ആ വിളിക്കുത്തരം നൽകി അങ്ങോട്ട് നടന്നു പോകാൻ കഴിയില്ലെങ്കിലും ഈ കട്ടിലിൽ കിടന്ന് നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ നമസ്കരിച്ചാൽ ജമാഅത്തിന്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ട് എന്നാണ്. നിങ്ങൾ നാട്ടിലുള്ളപ്പോൾ നിങ്ങൾ സംഘടിതമായി നമസ്കരിക്കുന്ന സ്വഭാവക്കാരനാണെങ്കിൽ, നിങ്ങൾ യാത്രക്കാരനാണെങ്കിൽ, നിങ്ങൾ ഖസ്റാക്കിയും ജമാക്കിയും ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിലും ജമാഅത്ത് നമസ്കരിച്ച പ്രതിഫലം നിങ്ങൾക്കുണ്ട് എന്ന പ്രവാചകന്റെ സന്തോഷ വാർത്ത അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് റജുലുൻ ദഖറല്ലാഹ ഖാലിയൻ വഫാലത് ഐനാ, നമ്മളിലേക്ക് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അതോർത്ത് നമ്മൾ കരയാനും അള്ളാഹുവിനെ സ്തുതിക്കാനും ദിക്റുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിൽ മുഴുകാനും നമുക്ക് കഴിയണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അവസാനത്തെ 10 അതിനു വേണ്ടി നമ്മൾ നീക്കിവെക്കുക. സമയം കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട് ദിവസങ്ങൾ. നമ്മൾ ഒരുമ്പെടണം, നമ്മൾ പ്രതിജ്ഞ എടുക്കണം, നമ്മൾ തയ്യാറാകണം, നമ്മൾ അന്വേഷിക്കണം. ഇൽതമിസൂഹ എന്ന പ്രവാചകന്റെ ആഹ്വാനം, തഹറൗ എന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ നോക്കൂ, കാഴ്ച എന്ന അനുഗ്രഹം നമ്മൾ കാണുന്നു. ഇതില്ലാത്ത എത്ര ആളുകളുണ്ട്. നമ്മൾ അള്ളാഹു വിലക്കിയതും നിഷിദ്ധമാക്കിയതും വിരോധിച്ചതും ഒക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. എന്നാൽ അതല്ലാത്തതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ കാഴ്ച എന്ന അനുഗ്രഹം, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വിശുദ്ധ ഖുർആൻ നമുക്ക് ഉത്ബോധിപ്പിച്ചതുപോലെ, നമ്മുടെ രക്ഷാകവചമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കണ്ണോടിക്കാൻ, അതിൻ്റെ ഓരോ പേജുകളും നമ്മുടെ കാഴ്ചയാകുന്ന അനുഗ്രഹം കൊണ്ട് അതിനെ തലോടിക്കൊണ്ട് കടന്നു പോകാൻ നമ്മുടെ ഈ അനുഗ്രഹീതമായ മാസത്തിൽ, ഈ അവസാനത്തെ 10 നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ അനുഗ്രഹം തടയപ്പെട്ടു പോയ ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ അകപ്പെടുകയില്ലേ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫൈനഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി, പാരായണം ചെയ്ത വ്യക്തികൾക്ക് ശുപാർശകനായി നിങ്ങൾ പാരായണം ചെയ്ത് തീർത്തിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങളും അതിന്റെ കലിമത്തുകളും അതിന്റെ ആയത്തുകളും അതിന്റെ സൂറത്തുകളും നാളെ പരലോകത്ത്
നിങ്ങൾക്ക് ശുപാർശ പറഞ്ഞു വരും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഈ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ എത്ര സമയം നമ്മുടെ ഖുർആനിന് വേണ്ടി നമ്മൾ നൽകി? ഈ ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അതിന് സമയം നീക്കിവെക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ ഈ അവസാനത്തെ 10 ഈ പുണ്യങ്ങൾ മുഴുവൻ നേടാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. പാരായണത്തോടൊപ്പം തന്നെ ഖുർആനിന്റെ ആശയങ്ങൾ, ഖുർആൻ കേൾക്കാനും നമ്മൾ സമയം കണ്ടെത്തുക. നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും നമ്മുടെ ബുദ്ധിശക്തിയും ഖുർആൻ പറയുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ. ഖുർആനിന്റെ ആശയങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് താഴിട്ട് പൂട്ടിയിട്ടുണ്ടോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ മറ്റെല്ലാത്തിനും വേണ്ടി തുറക്കപ്പെട്ടതാണ്. ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആലോചനകളും നമ്മുടെ ചിന്താശേഷിയും നമ്മുടെ ധിഷണയും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇത് നമ്മുടെ ദുനിയാവിനല്ല, ഇത് നമ്മുടെ ആഖിറത്തിന് വേണ്ടിയാണ്. ഇത് നമ്മുടെ പരലോക വിജയത്തിന്റെ പ്രശ്നമാണ്. ഇത് നമ്മുടെ സ്വർഗം നേടാനുള്ള കാര്യമാണ് എന്ന നിലക്ക് തന്നെ ഖുർആനിനെ പഠിക്കാനും ചിന്തിക്കാനും ഗ്രഹിക്കാനും നാം സന്ദർഭം കാണണമെന്നാണ്. അല്ലെങ്കിലോ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് പരാതി പറയുന്നുണ്ട്. അള്ളാഹുവേ, എന്റെ ജനത ഇത്തഖദൂ ഹാദിൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനിനെ ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞവരായിക്കൊണ്ടാണ് അതിനെ സ്വീകരിച്ചതെന്ന് പരിതപിക്കുന്ന ഒരവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാനിന്റെ ഈ അവസാനത്തെ 10 പുണ്യമേറിയ ദിവസങ്ങൾ ഒന്നും നഷ്ടപ്പെടാതെ അതിനെയൊക്കെ കരഗതമാക്കുന്ന, നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ആവുന്നത്ര ജീവിതത്തിൽ ചേർത്ത് വെക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന മാസമാണ്, നമ്മുടെ ശരീരത്തെ വിശുദ്ധമാക്കുന്ന മാസമാണ്. അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തിൻ്റെയും ശുദ്ധീകരണം നടത്തുന്ന മാസം കൂടിയാണ്. ഈ മാസത്തിൽ മാത്രമല്ല, സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ അധികം ആളുകളും അത് കണക്ക് കൂട്ടുവാനും നൽകാനും ഒക്കെ റമളാൻ മാസമാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം ഈ മാസത്തിൽ നമുക്ക് 10 മടങ്ങ് അതിൻ്റെ പുണ്യം ലഭിക്കുന്നു എന്നതുകൊണ്ടാണ്. അത് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, അവരുടെ സമ്പത്തിൽ നിന്ന് സ്വദഖ സക്കാത്ത് താങ്കൾ സ്വീകരിക്കണം. തുതഖിറുഹും വതുസക്കീഹിം ബിഹാ, അതിൽ അവരുടെ ശുദ്ധീകരണം നടക്കുന്നു എന്ന പോലെ തന്നെ ആ സമ്പത്തിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. സക്കാത്ത് കൊടുക്കുന്നത് നമ്മുടെ സമ്പത്തിൽ വർധനമുണ്ടാകാൻ വേണ്ടിയാണ്, നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, മാ നഖസ മാലു മിൻ സ്വദഖ, സക്കാത്ത് കൊടുത്തത് കൊണ്ടോ ധർമ്മം കൊടുത്തത് കൊണ്ടോ ആരുടെയും സ്വത്ത് ഒരു കുറവും വന്നിട്ടില്ല ഇതുവരെ. നേരെ മറിച്ച് അള്ളാഹു അതിൽ അഭിവൃദ്ധിയും സമൃദ്ധിയും സാമ്പത്തികമായ ഐശ്വര്യവും അതിരും എതിരുമില്ലാതെ അത്തരക്കാരായ ആളുകൾക്ക് നൽകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യമായി നമ്മൾ സക്കാത്ത് കൃത്യമായി കണക്ക് കൂട്ടി അത് അർഹരായ ആളുകൾക്ക് നൽകാനുള്ള സന്നദ്ധത, പ്രത്യേകിച്ച് ഈ അവസാനത്തെ 10 കാലത്തിലാണ് നമ്മളത് ചെയ്യാറുള്ളത്. നമ്മുടെ വാർഷിക വരുമാനത്തിൻ്റെ 2.5%, അത് നമ്മുടെ വരുമാനത്തിൻ്റെ ഇനങ്ങൾക്കനുസരിച്ച് 5%, 10%, 20% വരെ നിധി കിട്ടുകയാണെങ്കിൽ അതിന് 20% സക്കാത്ത് കൊടുക്കേണ്ടത്. 2.5%, 5%, 10% ഒക്കെയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ നിസാബ് ഹദീസുകളിലൂടെ നമുക്ക്
വിവരിക്കപ്പെട്ടിട്ടുള്ളത് 590 ഗ്രാം വെള്ളിയുടെ അത്ര. അത് എത്ര സംഖ്യയാണോ അത്ര നമുക്ക് വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ 2.5% കൊടുത്താൽ മതി. നമ്മൾ സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കൂല, സ്വതക്ക എങ്ങനെ കൊടുക്കും, കയ്യും കണക്കുമില്ലാതെ. ഫറള് നിസ്കാരം നിസ്കരിക്കാതെ ഒരാൾ സുന്നത്ത് ഇങ്ങനെ നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഫറളിന് സൈഡാക്കി വെക്കുക. ശരിക്കും സക്കാത്ത് എന്നുള്ളത് ഫറളാണ്, വാജിബായൊരു കാര്യമാണ്. സ്വതക്ക എങ്ങനെ കൊടുക്കുന്നുണ്ട്, സ്വതക്ക കയ്യും കണക്കില്ലാതെ ഞാൻ കൊടുക്കുന്നുണ്ട്, സക്കാത്തിന്റെ അത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ രീതി ഉണ്ടാകരുത്. സുന്നത്ത് ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, ഫറൾ നിസ്കാരത്തിന് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, 1,00,000 റുപ്യ ഒരാൾക്കുണ്ടെങ്കിൽ 2,500 റുപ്യ മാറ്റി വെക്കുക. അതാരുടെ അവകാശമാണ്? അത് നമുക്ക് നമ്മുടേതല്ല എന്ന്. എന്നാൽ നിങ്ങൾ 97,500 രൂപയും 2,500 കഴിച്ച 1,00,000 ഉള്ളത് അതിന്റെ 97.5% നിങ്ങൾ എടുത്തോളി. അതിന്റെ 2% പാവങ്ങളുടെ അവകാശം. നിങ്ങൾ കൊടുക്കുന്ന ഓശാരമല്ല, അത് അവർക്ക് മാറ്റിവച്ചാലേ നിങ്ങളുടെ ബാക്കിയുള്ള സ്വത്ത് ശുദ്ധമാവുകയുള്ളൂ. തുതഹിറും ബിഹ വതുസക്കീഹിം, അള്ളാഹു നിങ്ങൾക്ക് അതിൽ അഭിവൃദ്ധി നൽകും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു എന്നതുപോലെ നമ്മുടെ സ്വത്ത് കണക്ക് കൂട്ടിയിട്ട് അതിന്റെ 2.5% മാറ്റിവെക്കുക, ബാക്കിയുള്ളത് മുഴുവൻ നിങ്ങൾ എടുത്തോളി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ചെലവിന് എത്ര ഉണ്ട്? 97% നിങ്ങൾക്ക് ചെലവഴിക്കാനുള്ളതാണ്. 2% നിങ്ങളുടെ അവകാശമല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിവെക്കുന്ന രീതിയിൽ നമ്മുടെ സക്കാത്തിന്റെ അതിന്റെ നൽകുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബിയു അഹ്സനൻ നാസി വഅജ്വദൻ നാസി വഅശ്ജഅൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും നല്ല ഉദാരനായിരുന്നു. നബി തിരുമേനി ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു, നല്ല സുന്ദരനായിരുന്നു, നല്ല ധീരനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന നബിയു അജ്വദൻ നാസി ബിൽ ഖൈർ വകാന അജ്വദ ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാനധർമ്മങ്ങൾ എല്ലാറ്റിനെയും തഴുകി തലോടി കടന്നു പോകുന്ന ഒരു കാറ്റിനെ പോലെയായിരുന്നു എന്ന് വരെ ഉപമിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ സക്കാത്തും നമ്മുടെ ദാനധർമ്മങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് നമ്മുടെ സമ്പത്തിനെ കൂടി ശുദ്ധീകരിക്കേണ്ട ഒരു സമയമായി ഇതിനെ നമ്മൾ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് ഈ അനുഗ്രഹീതമായ മാസത്തിൽ വർഷിച്ചു തരുന്ന മുഴുവൻ പുണ്യങ്ങളും അതിരും എതിരുമില്ലാതെ സ്വീകരിക്കുന്ന നന്മ നിറഞ്ഞ സുഹൃതവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, കരുണാമയനെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പല തെറ്റുകളും പറ്റിപ്പോയിട്ടുണ്ട് റബ്ബേ. നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്കതെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും റഹമത്തും ചൊരിഞ്ഞു കൊടുക്കണമേ നാഥ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ എളുപ്പമാക്കി കൊടുക്കണമേ. നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ നല്ല ഉപകാരം ചെയ്യുന്ന സന്തതികളായി അവരെ നീ വളർത്തണമേ തമ്പുരാനെ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ.